ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ബഷീറാണ്. നമ്മളിന്ന് നോക്കുന്നത് ഒരു അടിപൊളി ട്രിക്കാണ്. നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ വല്ല ഡോക്യുമെൻസൊക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ അത് സ്കാൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം അത് ഇതാക്കണം എന്നുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മളെ സ്ഥലമൊക്കെ പോകും. പക്ഷേ നമ്മളുടെ മൊബൈലിൽ തന്നെ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന ഒരു ആപ്ലിക്കേഷനിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. സ്കാനിങ്ങൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കാര്യത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അത് നമ്മൾ ഈ സ്കാനിങ്ങിന് ഉപയോഗിക്കുന്ന ആപ്പ് നമ്മളുടെ എല്ലാവരുടെയും മൊബൈലിലുള്ള ഒരു ആപ്പ് തന്നെയാണ്. ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ്. ഈ ത്രികോണ മോഡൽ പല കളറായിട്ട് കിടക്കണില്ലേ, ആ സാധനം തന്നെയാണ് ഗൂഗിൾ ഡ്രൈവിൻ്റെ. ഈ ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ. അത് തുറക്കുക. അത് തുറന്നിട്ട് നമ്മൾ ഈ ന്യൂ എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്കാൻ ചെയ്യേണ്ട എന്ത് സാധനമാണോ എന്നുള്ളത് അത് അവിടെ എടുത്ത് വയ്ക്കുക. നമ്മൾക്ക് എടുത്ത് വെച്ചിട്ട് ഈ സ്കാനർ എന്നുള്ളത് ഓപ്പൺ ചെയ്യാം. സ്കാനർ എന്നുള്ളത് ഓപ്പൺ ചെയ്തിട്ട് കണ്ടോ, ഇതിങ്ങോട്ട് നമുക്ക് എത്രയ്ക്കാണ് വേണ്ടത്, ഏത് ടൈപ്പിലാണ് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ അത് കറക്റ്റാക്കിയിട്ട് ഒന്ന് ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലെന്തെങ്കിലും വ്യത്യാസം വരുത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വാർപ്പ് ചെയ്യാൻ കൊണ്ടാണ്. വാർപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് കുറച്ച് ക്ലിയർ ആക്കണം എന്നുണ്ടെങ്കിൽ ക്ലിയർ ആക്കാൻ പറ്റും നമുക്ക്. ഉണ്ട് ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ ക്ലിയറായിട്ട് അടിച്ചൊക്കെ ക്ലിയർ ആക്കി കൊടുക്കുക. എന്നിട്ട് അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്താൽ നമുക്കത് ക്ലിയറായിട്ട് കിട്ടി. പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് അതിൻ്റെ പുറത്ത് സൈഡ് എടുക്കണം. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ അകും പുറം രണ്ട് ഫയലായിട്ട് എടുത്താലും നമുക്കത് ഒന്നിച്ച് നമുക്ക് ഒരേ PDF ആയിട്ട് കിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ പുറം ഭാഗം എടുത്തു, ഇനി അതിൻ്റെ മറ്റേ ഭാഗമാണ് എടുക്കുന്നത്. മറ്റേ സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, അതിപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് ആ സൈഡ് നമ്മൾ എടുക്കുകയാണ്. ആ സൈഡ് എടുത്തു. അത് കോർപ്പ് ചെയ്യണമെങ്കിൽ കോർപ്പ് ചെയ്യാം. പക്ഷേ നമുക്ക് ഒന്നും ചെയ്യാനില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തിട്ട് നമുക്ക് അത് ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തിട്ട് നമ്മളുടെ PDF സേവ് ചെയ്യേണ്ടത് എന്ത് പേരിലാണെന്ന് ചോദിക്കും. നമുക്ക് PDF സേവ് ചെയ്യാൻ പേര് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. എന്തെങ്കിലും പേര് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു പേര് കണ്ട എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് എന്ത് പേര് വേണമെങ്കിൽ നമുക്ക് ചാറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ബഷീർ എന്ന് കൊടുത്തു. സേവ് ചെയ്യണം. അത് കണ്ട ഇവിടെ സേവായിട്ട് വരുന്നുണ്ട് ആ ഫയൽ. അത് വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആ ഫയൽ ഇപ്പോൾ നമ്മൾ 2 ഫോട്ടോ എടുത്തിട്ടാണ് ആ പ്ലസ് ഐക്കണിൽ കൊടുത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ആ ഫയൽ എങ്ങനെ വരുന്നത് കണ്ടോ, ഇത് കണ്ടോ, നമുക്ക് അത് രണ്ടും കൂടി ഒരൊറ്റ ഇതിലാണ് നമുക്ക് വരിക ആ ഫയൽ. ഇത് ഈ 2 ഫയലല്ല, നമുക്ക് എത്ര ഫയൽ വേണമെങ്കിലും 5 എണ്ണോ 6 എണ്ണോ 8 എണ്ണോ 10 എണ്ണോ ഒക്കെ വേണമെന്നുണ്ടെങ്കിലും ആ പ്ലസ് ഐക്കണിൽ കൊടുത്തിട്ട് കറക്റ്റായിട്ട് എടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതന്നെ ഇപ്പോൾ ഒരു 5-6 ഇതുള്ള ഫയലായിട്ട് കിട്ടും. അത് എത്ര ഫയൽ വേണമെങ്കിലും നമുക്ക് അതിൽ ആഡ് ചെയ്തിട്ട് ഒറ്റ PDF ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഒരുവിധം വേറെ ആപ്ലിക്കേഷനൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട. ഒപ്പം തന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്കതിൽ അഡ്വാൻറ്റേജായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും നമുക്കതിൽ ഇതുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഫയലിലായിട്ട് നമ്മൾ അതിൻ്റെ അകം പുറം എടുത്തിട്ട് 2 PDF ആയിട്ട് എടുക്കേണ്ട. എല്ലാ PDFിലേക്ക് മറ്റേക്ക് അറ്റാച്ച് ചെയ്യേണ്ട, അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഇത് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെയായിട്ട് തന്നെ വരിക. അപ്പോൾ ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉപകാരം, ഇങ്ങനെ പല ഉപകാരങ്ങളും ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഡ്രൈവ് ഒക്കെ. അപ്പോൾ അതിലൊരു ഉപകാരമാണ് ഇപ്പം ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്ക് മറ്റേ നിങ്ങൾ സ്കാൻ ചെയ്യണ മറ്റുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലാണ് വെച്ചെങ്കിൽ അത് മാറ്റിയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരുവിധം ആൾക്കാർക്കൊന്നും അറിയാത്തൊരു ഒരു ഇതാണിത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിഞ്ഞോടണമെന്നില്ല. അപ്പോൾ അറിയാത്ത ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാത്ത മറ്റുള്ളവരും അറിഞ്ഞോട്ടെ. പിന്നെ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ
പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം.